Debate with Dr. Arun Kumar. അമേരിക്കയിൽ വഞ്ചനാക്കുറ്റം ചുമത്തപ്പെട്ട അദാനിയുടെ കൈക്കൂലി ആരോപണം സംസ്ഥാന പാർലമെന്റിന്റെ ജോയിന്റ് സമിതി അഥവാ സംയുക്ത പാർലമെന്റ് സമിതി അന്വേഷിക്കണം എന്ന ആവശ്യം ഇന്നും സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. സംയുക്ത പാർലമെന്റ് സമിതി ഈ വിഷയം അന്വേഷിക്കാത്ത പക്ഷം പ്രതിപക്ഷം ഒട്ടും പിന്നോട്ടില്ല. എന്നാൽ സർക്കാർ പിടിവാശിയിലാണ്. അദാനി വിഷയവും സംഭാൽ വിഷയവും ഉയർത്തി പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുന്നത് ഇന്ന് 4-ാം ദിനം. സഭാസ്തംഭനം ആരുടെ പിടിവാശിയിൽ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം അതിഥികളായി PDT ആചാരി, ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ്. ആദ്യം ഞാൻ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാര്യയിലേക്ക് പോകുന്നു. ശ്രീ PDT ആചാരി, വെരി ഗുഡ് ഈവനിങ്. ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി 4-ാമത്തെ ദിവസവും തടസ്സപ്പെടുകയാണ്. ഇന്ന് പ്രവർത്തിച്ചത് 20 മിനിറ്റാണ്. ഇന്നലെ പ്രവർത്തിച്ചത് 13 മിനിറ്റ്, മെനഞ്ഞാന്ന് 6. മൊത്തം കൂടി 4 ദിവസം ആകെ ലോക്സഭ പ്രവർത്തിച്ചിരിക്കുന്നത് 56 മിനിറ്റാണ് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂർ വിഷയം, സംഭാൽ വിഷയം, അദാനിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്, ഇതെല്ലാം അടിയന്തര പ്രമേയ നോട്ടീസുകളായി അവതരണാനുമതി ആവശ്യപ്പെട്ട സന്ദർഭത്തിലാണ് സ്പീക്കർ ഓം ബിർള ഇതെല്ലാം നിഷേധിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയാണോ സ്പീക്കർ? അഥവാ ലോക്സഭാ സ്തംഭനം ഇങ്ങനെ തുടരുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭൂഷണമാണോ? PDT ആചാര്യ. പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാർലമെന്റ് സുഗമമായി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. 17-ാം ലോക്സഭയിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മിക്കവാറും ഒക്കെ. ഇപ്പോൾ 18-ാം ലോക്സഭയിലും അത് തന്നെ ആവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഈ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. കാരണം പാർലമെന്റിൽ ഗവൺമെന്റ് ബിസിനസ്സാണ് പ്രാമുഖ്യം നൽകപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് ആണ് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? പ്രതിപക്ഷം ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതാനും വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണം എന്നാവശ്യപ്പെടുകയും ഗവൺമെന്റ് അതിന് തയ്യാറല്ല എന്ന് കാണിക്കുന്നു. അതോടുകൂടി ബഹളം തുടങ്ങുന്നു. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. 40 വർഷത്തോളം ഞാൻ ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പാർലമെന്റ് നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രക്രിയയിൽ ഭാഗഭാക്കായ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവുമായിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് പ്രതിപക്ഷത്തോട് അത്ര വലിയൊരു ബഹുമാനമൊന്നും ഉണ്ടായിരുന്നതായി നമുക്കറിയത്തില്ല. എന്നാൽ പോലും പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുമുള്ള ശ്രമം അന്നൊക്കെയും ഉണ്ടായിരുന്നു. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വളരെ പ്രധാനമായ പങ്ക് അന്ന് വഹിച്ചിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റർവെൻഷൻ, അതായത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പാർലമെന്റ് അഫയേഴ്സ് മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ, ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഇഫക്റ്റീവായ ഒരു ഇന്റർവെൻഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അതുവഴി ഈ ടെൻഷനൊക്കെ ഡിഫ്യൂസ് ചെയ്ത് പാർലമെന്റ് സുഗമമായി നടത്തിക്കൊണ്ട് പോകുവാൻ കഴിയുകയും ചെയ്തിരുന്നു. അതാണ് നമ്മുടെ ഒരു അനുഭവം. അതെ. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഗവൺമെന്റ് അതിൽ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, ഇവർക്കൊക്കെ അതിൽ
വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് അതിൽ വഹിക്കാനുള്ളത്. ശ്രീ പി ഡി ടി ആചാരി, ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന് പറഞ്ഞു വരട്ടെ, ഞാൻ വിശദീകരിച്ച് പറയാം. ഓ ശരി, ഓക്കെ. Let me complete it. പ്രധാനമന്ത്രി അതിനൊരു മുൻകൈ എടുത്താൽ വേണ്ട സാധിക്കുകയില്ല എന്ന് ഓപ്പോസിഷനിൽ പ്രതിപക്ഷത്ത് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഒരു പൊസിഷനാണല്ലോ. അദ്ദേഹത്തിനൊരു വളരെ വലിയ മോറൽ റെസ്പോൺസിബിലിറ്റിയും ഉള്ളയാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ഉണ്ടാകും എന്നുള്ളതിന്റെ കാര്യത്തിൽ സംശയമില്ല. അതാണ് നമ്മുടെ ഒരു അനുഭവം. അപ്പോൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എന്താണ് അവരുടെ ഒരു റോള്? ഇങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യുന്നതിൽ പ്രതിപക്ഷത്തിനുള്ള റോൾ എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പ്രതിപക്ഷം 18ാം ലോക്സഭയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് 17ാം ലോക്സഭയിലെ പ്രതിപക്ഷത്തിനേക്കാളൊക്കെ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ള ഒരു പ്രതിപക്ഷമാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ നമുക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മാത്രം ലീഡറല്ല, പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ലീഡറായിട്ടാണ് ആ ഒരു പൊസിഷനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും തീരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാം, ഈ ടെൻഷനായി വരുത്താൻ വേണ്ടി. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ഒരു ടെലിഫോൺ എടുത്ത് സംസാരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, പ്രധാനമന്ത്രിയോട് സംസാരിക്കാം. അങ്ങനെ ഈ കാര്യത്തിൽ ഈ ടെൻഷനൊക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് പാർലമെന്ററി സിസ്റ്റം, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു മാക്സിമലിസ്റ്റ് പൊസിഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ പാർലമെന്റ് പ്രവർത്തിക്കുകയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു പക്വത രണ്ട് സൈഡിലും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് അതിനകത്ത് പറയാനുള്ളത്. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് എത്തിയാൽ ശ്രീ പി ഡി ടി ആചാരി, അതായത് അവിടെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട വിഷയങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള സഭ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായി ശ്രീ പി ഡി ടി ആചാരിക്ക് തോന്നുന്നുണ്ടോ? മണിപ്പൂരിലെ വിഷയം, അവിടെ ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല. സംഭാലിലെ വിഷയം 5 പേർ വെടിയേറ്റു മരിച്ചൊരു വിഷയമാണ്. അതിന് തുടർച്ചയെന്ന വണ്ണം രാജസ്ഥാനിൽ അജ്മീർ ദർഗ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ അന്വേഷണം പോകുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുന്നു. രാജ്യത്തൊരു അസ്വസ്ഥതയുണ്ടാവുന്നു. മറ്റൊന്ന് ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ശ്രീ പി ഡി ടി ആചാരി? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മണിപ്പൂരിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം, അദാനിയുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെയുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. പാർലമെന്റിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, വേറെ എവിടെ ഡിസ്കസ് ചെയ്യും? അപ്പോൾ അത് പ്രതിപക്ഷത്തിന് അതിന് അവകാശമുണ്ട് ഈ കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാൻ. പക്ഷെ പ്രതിപക്ഷത്തിന് ആവശ്യമുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാവണമെന്നുള്ളതാണ്. സഭയ്ക്കകത്ത് വിഷയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചൊരു പ്രോപ്പറായ ഒരു സ്ട്രാറ്റജി അവർക്ക് രൂപപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഈ അഡ്ജേൺമെന്റ് മോഷൻ അവർ കൊടുത്തിട്ടുണ്ട് നോട്ടീസ്. അത് കോൺഗ്രസ് മെമ്പേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വേണ്ടിയത് പ്രതിപക്ഷങ്ങള് 2-3 പാർട്ടികൾ, പ്രബലങ്ങളായ പാർട്ടികളുണ്ട് അവിടെ, 3-4 പാർട്ടികളുണ്ട്. അവയെല്ലാം കൂടി ആലോചിച്ച് കോമണായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് ആ വിഷയങ്ങൾ അവതരിപ്പിക്കണം. അത് പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവാണ് സഭയിൽ അവതരിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ സൈൻ ചെയ്താണ് അഡ്ജേൺമെന്റ് മോഷൻ കൊടുക്കേണ്ടത്. അത് അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയം. ഈ അടിയന്തര പ്രമേയത്തിന് പറ്റുന്ന വസ്തുതയാണെങ്കിൽ, ആ വിഷയമാണെങ്കിൽ, അത് പ്രതിപക്ഷ നേതാവ് തന്നെ സൈൻ ചെയ്ത് അത് കൊടുത്തിട്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ എണീറ്റ് നിന്ന് അതിനെക്കുറിച്ച് സ്പീക്കറോട് സംസാരിച്ച്, അപ്പോൾ പ്രതിപക്ഷത്തിലുള്ള എല്ലാ മെമ്പർമാരും അദ്ദേഹത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി പല കാര്യങ്ങൾ സഭയിൽ ഒരു കാര്യം ഉന്നയിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പൊ അത് മാക്സിമം ഇഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ഒരു രീതി അല്ല നാം കാണുന്നത്. ഇപ്പം കോൺഗ്രസിന്റെ മെമ്പേഴ്സ് മാത്രം അത് കൊടുക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടിയത്. ആ വിഷയത്തിന്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് മൊത്തത്തിൽ ഇങ്ങനൊരു സമവായം ഉണ്ടാക്കി അവർക്ക് മൊത്തത്തിൽ പ്രതിപക്ഷം പഴയ പോലുള്ള പ്രതിപക്ഷമല്ല, 230 മെമ്പർമാരും മറ്റുള്ള ഒരു പ്രതിപക്ഷമാണ് ഇന്ന് ലോക്സഭയിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് വേണ്ടേ, അത് പ്രദർശിപ്പിക്കണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം.
അതാണ് സ്ട്രാറ്റജി വേണ്ടത്. പക്ഷെ അത് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഓക്കെ, താങ്ക് യു ശ്രീ PDT ആചാരി. കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചതിന്. ലോക്സഭ മുൻ സെക്രട്ടറി ജനറലാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീ PDT ആചാരി. BJP പ്രതിനിധിയിലേക്ക് വന്നാൽ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, PDT ആചാരി പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് സർക്കാരിന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കും? ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് നമ്മുടെ പ്രതിപക്ഷം പാർലമെൻറ്റിൽ അഡ്ജൺമെൻ്റായിട്ടും 267 റൂൾ പ്രകാരം രാജ്യസഭയിലും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതൊരു ബാഡ് പ്രസിഡന്റ് ആണെന്ന് രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ പറയുന്നു. ഒറ്റയടിക്ക് പ്രതിപക്ഷം കൊടുക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസുകളെ പൂർണ്ണമായും സ്പീക്കർ തള്ളുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താൽ എന്താണ് കുഴപ്പം? ഈ 4 ദിവസം സഭ സ്തംഭിച്ചതിന് പിന്നിൽ സർക്കാരിൻ്റെ പിടിവാശിയല്ലേ? ശ്രീ കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, സഭയ്ക്കകത്ത് ഏത് വിഷയവും ഉന്നയിക്കാനും ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം എന്ന് തീരുമാനിക്കാനും അതിനനുസരിച്ച് അജണ്ട കൊണ്ടുവരാനുമുള്ള അവകാശം പൂർണ്ണമായും പ്രതിപക്ഷത്തിൻ്റേതാണ്. അവർക്കത് ചെയ്യാം. അതിനുള്ള അവകാശവും അധികാരവുമൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്, പ്രതിപക്ഷ നേതാവിനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ PDT ആചാരി പറഞ്ഞതുപോലെ തന്നെ പാർലമെൻറ്റ് ആരംഭിക്കുന്ന ദിവസം മുതൽ, ശീതകാല സമ്മേളനം ആരംഭിച്ചിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അത് ആരംഭിക്കുന്ന ദിവസം മുതൽ പാർലമെൻറ്റിനകത്ത് ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടാകണം എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു ബിസിനസ് സംവിധാനം ഓൾറെഡി വന്നിട്ടുണ്ട്. ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിക്കുന്നു, ഏതൊക്കെ ബില്ലുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, റൊട്ടീൻ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളുമെല്ലാം സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരും. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ അതിൽ ഏതൊക്കെ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരണം, അതിൽ ഏതൊക്കെ വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരണം, അത് പ്രതിപക്ഷത്തിൻ്റെ അവകാശം എന്നുള്ള നിലക്ക് അവർക്ക് കൊണ്ടുവരാം. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏത് നടപടിയും കൊണ്ടുവരാം. അതിലൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ സ്വാഭാവികമായും രാജ്യത്തിനകത്ത് നടക്കുന്ന കോടതി നടപടികളുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനവുമായി ബന്ധമില്ലാത്ത ചില പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ രാജ്യവുമായി ബന്ധമില്ലാത്ത വിഷയമാണോ സംഭാൽ വിഷയം? നമ്മുടെ രാജ്യവുമായി ബന്ധമില്ലാത്ത വിഷയമാണോ മണിപ്പൂരിൽ തുടരുന്ന കലാപം? നമ്മുടെ രാജ്യത്ത് ധനസ്ഥിതിയുമായി ബന്ധപ്പെടാത്ത കാര്യമാണോ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങൾക്ക് സോളാർ എനർജി വാങ്ങുന്നതിന് അദാനി 2092 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം? ഇതൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ലേ? പാർലമെന്റ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ശ്രീ കൃഷ്ണദാസ്? നമ്മുടെ രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത വിഷയങ്ങളല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് അതിനുള്ള സമയവും സമയക്രമവും അതല്ലെങ്കിൽ അതിനുള്ള ദിവസവും സമയവും ഒക്കെ തീരുമാനിക്കേണ്ടത് പാർലമെന്റിനകത്ത് അതിന് നോട്ടീസ് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സമയക്രമം. അതൊന്നും നടക്കുന്നില്ല പി കൃഷ്ണദാസ്. നോട്ടീസ് കൊടുക്കുന്നു, അദാനിയെ കുറിച്ച് ചർച്ച വേണം, മണിപ്പൂരിനെ കുറിച്ച് ചർച്ച വേണം, പറ്റില്ല എന്ന ഏകപക്ഷീയ നിലപാടെടുക്കുകയാണ് സർക്കാർ. അവിടെയാണ് സ്പീക്കർ ഇത് പൂർണ്ണമായും തള്ളുന്നത്. അങ്ങനെയാണ് സഭ 4ാമത്തെ ദിവസവും സ്തംഭിക്കുന്നത്. നമ്മുടെ പാർലമെന്റ് ഒരു ദിവസം സമ്മേളിക്കുന്നതിന് പാവപ്പെട്ടവന്റെ ടാക്സ് നികുതി ഇനത്തിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ്, എത്ര കോടി രൂപയാണ് ചിലവാക്കുന്നത്? എന്നിട്ടും സഭ 20 മിനിറ്റും 13 മിനിറ്റും വലിയ ബഹളത്തിൽ കലാശിക്കുകയാണ്. സർക്കാർ അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവിടെ നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം പുറത്തുവരുമെന്ന ഭയമാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അരുൺ, ഞാൻ എൻ്റെ ഭാഗം ഒന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങേക്ക് നിരവധി ചോദ്യങ്ങളുണ്ടാകും, അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ആശയങ്ങളുണ്ടാകും, പ്രതിപക്ഷത്തിനും അതുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും പാർലമെൻറ്റിനകത്തും രാജ്യസഭയ്ക്കകത്തും നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അതിനൊരു ബിസിനസ് റൊട്ടീൻ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ കാര്യങ്ങൾ നടക്കൂ. ഇന്ന് രാവിലെ എണീറ്റ് നിങ്ങളൊരു വിഷയം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ശൂന്യവേളയിൽ അത് ഉന്നയിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതൊരു അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ പാർലമെന്റിനകത്ത് നടക്കുന്ന മറ്റ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാർ പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അനുവദിച്ചിരിക്കുന്നു. എത്രയെത്ര അടിയന്തര പ്രമേയമാണ് കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്തിരിക്കുന്നത്? ഏതടിയന്തര പ്രമേയം? എത്രയെത്ര അടിയന്തര പ്രമേയം കേരളത്തിൽ ചർച്ച ചെയ്തു? ഏതടിയന്തര പ്രമേയം? കേരളത്തിൽ എത്രയെത്ര അടിയന്തര പ്രമേയ സംസ്ഥാനത്തിൽ ചർച്ച ചെയ്തു? ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നത് കേരളത്തിലല്ലേ? ഏതടിയന്തര പ്രമേയം? ഒന്ന് സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ, മാതൃക്കുന്നാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അല്ലല്ല, അങ്ങനെ എപ്പോ കൊണ്ടുവന്ന അന്നാണോ ചർച്ച നടന്നത്? അന്ന് അതേ ദിവസം 12 മണിക്ക് ശേഷം 1 മണിക്ക് ശേഷം രാവിലെ കൊണ്ടുവരുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ചർച്ച വഹിക്കുന്നു, 4 മണി 5 മണി വരെ പോകുന്നു, പ്രതിപക്ഷത്തിന് മറുപടി കൊടുത്ത് ആ ചർച്ച അവസാനിക്കുന്നു. അതല്ലേ സംഭവിക്കുന്നത്?
അരുൺ, കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അരുണിന് അറിയാമല്ലോ എന്നേക്കാൾ നന്നായി. എന്തായിരുന്നു പ്രതിപക്ഷം ചെയ്തത്? വാക്കൗട്ട് നടത്തുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നു. അടിയന്തര പ്രമേയത്തിൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അല്ലെന്നേ, ഞാൻ അങ്ങനെ പോകല്ലേ, പോകല്ലേ. അങ്ങ് പറയുന്നത് കേട്ടാൽ അല്ലെന്ന് അങ്ങ് പറയുന്നത് കേട്ടാൽ ഈ രാജ്യത്ത് അടിയന്തര പ്രമേയം പാർലമെന്റിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നുമേ കൊണ്ടുവന്നിട്ടില്ല എന്നാണല്ലോ ധരിക്കുക. അങ്ങനെയല്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട സമയവും സന്ദർഭവും തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർമാരാണ്. അതിന് സഭയുടെ തീരുമാനിക്കാത്തത് പി കൃഷ്ണദാസ്? മണിപ്പൂർ വിഷയത്തിൽ വേണ്ട, അദാനി വിഷയത്തിൽ വേണ്ട, സംഭാൽ വിഷയത്തിൽ വേണ്ട, എന്തുകൊണ്ട് അങ്ങനെ നിലപാടെടുക്കുന്നു? അങ്ങയുടെ ചോദ്യം മാത്രം മതിയെങ്കിൽ അല്ലല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നൽകാത്തത് എന്ന ഉത്തരം പറയൂ. അല്ല, അങ്ങയുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സഭയ്ക്കകത്തൊരു വിഷയം കൊണ്ടുവരുമ്പോൾ, അങ്ങനെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കൊണ്ടുവരുന്ന വിഷയത്തിന് നിങ്ങൾ ഇന്ന് തന്നെ അടിയന്തര പ്രമേയം പരിഗണിക്കണം. ഇന്ന് പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭ നടത്താൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് എടുത്തിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന്റെ ചട്ടം അനുസരിച്ച് അതാത് ദിവസങ്ങളിൽ നേരത്തെ ലിസ്റ്റ് ചെയ്യാത്ത വിഷയമാണല്ലോ അടിയന്തര പ്രമേയമായി വരുന്നത്. അതൊരു മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റുമോ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്? അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സഭാ നടപടികൾ കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യാൻ സർക്കാർ പറഞ്ഞാൽ പ്രതിപക്ഷം സഹകരിക്കും. കൃഷ്ണദാസ്, അരുൺ, നിങ്ങളുടെ ഈ റിപ്പോർട്ടറിന്റെ അരമണിക്കൂർ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾ ലോകസഭയിലും രാജ്യസഭയിലും എടുക്കുന്ന നിലപാട് നിങ്ങൾ ഈ ചർച്ചയിൽ എടുക്കല്ലേ? ഇതൊരാകെ അരമണിക്കൂറല്ലേ ഉള്ളൂ. ഈ ചർച്ചയിൽ നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയേക്കാൾ വലുതാണല്ലോ കോൺഗ്രസ്. എനിക്ക് അസഹിഷ്ണുതയില്ല, എനിക്ക് ചോദ്യങ്ങളേ ഉള്ളൂ. അടിയന്തര പ്രമേയം പിന്നെ ഏത് ദിവസമാണ് ചർച്ചയ്ക്ക് എടുക്കുക? അത് അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ശരി, ഒരാഴ്ച കഴിഞ്ഞ് ചർച്ച ചെയ്യാം എന്നൊരു ചർച്ചയെ നടന്നിട്ടില്ല നമ്മുടെ പാർലമെന്റിൽ. അങ്ങനെയല്ലെന്ന്. അത് നിയമസഭയ്ക്കകത്താണെങ്കിലും പാർലമെന്റിനകത്താണെങ്കിലും മറ്റ് നിയമസഭകളിലാണെങ്കിലും ഒക്കെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ അത് ചർച്ചക്കെടുക്കുന്ന സമയം തീരുമാനിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. അതൊരു പക്ഷേ അന്ന് നടത്താം, അല്ലെങ്കിൽ അതല്ലാത്ത വേറൊരു ദിവസം നിശ്ചയിച്ച് നടത്താം. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച്, വിഷയത്തെ സംബന്ധിച്ച് സ്പീക്കർമാർ അത് മറ്റൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്കോ ആണെന്ന് കണ്ടാൽ, ഇനി അതല്ല മറ്റൊരു ദിവസം ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അതിലെന്താ കുഴപ്പമുള്ളതെന്ന് ഞാൻ കേരളത്തിലെ നിയമസഭയിൽ അടിയന്തര പ്രമേയം വിഷയങ്ങളിൽ മറ്റൊരു ദിവസം അടിയന്തര പ്രമേയ ചർച്ച നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഞാനതാ തിരിച്ചു ചോദിക്കുന്നത്. കേരളമടക്കമുള്ള നിയമസഭകളിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷങ്ങൾ കൊണ്ടുവരുന്ന പ്രമേയങ്ങളുടെ നോട്ടീസ് അതേ ദിവസം തന്നെ അംഗീകരിച്ച് എത്ര വിഷയങ്ങളുണ്ട്? അരുൺ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിയമസഭയാണ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകിയതും അത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള സെഷനിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതും. അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നിയമസഭാ രേഖ പരിശോധിക്കാം. ശ്രീ എം ജയചന്ദ്രൻ, BJP പ്രതിനിധി പറയുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ പിടിവാശിയാണ് സഭ സ്തംഭിപ്പിക്കാൻ കാരണമെന്നാണ്. PDT ആചാര്യയും പറയുന്നു പ്രതിപക്ഷത്തിനൊരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതെ പോകുന്നതും സഭ ഇങ്ങനെ തുടർച്ചയായി 4ാം ദിവസവും സ്തംഭിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അടിയന്തര പ്രമേയം ഇന്നു തന്നെ അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായ ഒരേ വിഷയമാണ് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിക്കുന്നത്, അതും ഐക്യമില്ലാതെ. തൃണമൂൽ കോൺഗ്രസിനാണെങ്കിൽ അദാനി വിഷയത്തിൽ സഭ സ്തംഭിപ്പിക്കുന്നതിനോട് യോജിപ്പുമില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൽ തന്നെ വിള്ളലുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, പിന്നെ അതിലേക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് കേരള നിയമസഭയിലെ കാര്യമേ എനിക്കറിയാവൂ. പ്രസ് ഗാലറിയിൽ ഒരുപാട് ഇരുന്നിട്ടുള്ളതുകൊണ്ട്. ഇവിടെ അഡ്ജോൺമെന്റ് മോഷൻ വരുന്നത് റൂൾ 50 പ്രകാരമാണ്. റൂൾ 50 പ്രകാരം അഡ്ജോൺമെന്റ് മോഷൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീരുമാനം എടുക്കണം. അതിനാണല്ലോ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത്. വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അന്ന് തന്നെ. അത് പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കാനല്ല ഈ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കുന്നത്. റൂൾ 50 അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് നിയമസഭയുടെ ചട്ടമാണ്. ആ പുസ്തകത്തിലാണ് റൂൾ 50 ഉള്ളത്, എല്ലാ ചട്ടങ്ങളും. അത് പ്രകാരമാണ് നോട്ടീസ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോൾ അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു അന്ന് തന്നെ അവതരിപ്പിക്കണം, ഇല്ലെങ്കിൽ വേണ്ട. ഇതേ ഉള്ളൂ തീരുമാനം. ലോക്സഭയിലെ എങ്ങനെയാണെന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ ലോക്സഭയിലെ അങ്ങനെ തന്നെയാണ്. ലോക്സഭയിലാണെങ്കിൽ അത് സഭയിലെ മറ്റു പരിപാടികൾ കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണെങ്കിൽ അഡ്ജോൺമെന്റ് ഡിസ്കഷൻ നടത്താം ആ വിഷയത്തിൽ.
ഇനി താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് പിന്നെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയമായി രാഷ്ട്രീയ വിഷയങ്ങളുള്ളതിനെ കക്ഷി രാഷ്ട്രീയ പ്രശ്നമായി കാണുന്നതിൻ്റെ വലിയൊരു പ്രശ്നം ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രശ്നത്തിനെ കക്ഷി രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക. ഇപ്പോൾ മണിപ്പൂരിൽ അത് പിന്നെ വംശീയ പ്രശ്നമല്ല, മറ്റു പലതുമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന BJP നേതാക്കൾ ഒരുപാടുണ്ട്. എല്ലാവരും ഒന്നും ഞാൻ ഇപ്പോഴും പറയുന്നു, ഓക്കെ ആയിക്കോട്ടെ, എല്ലാം ശരി, സമ്മതിച്ചു. എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെ അവിടെ പോകുന്നില്ല എന്ന മിനിമം ചോദ്യത്തിന് ഉത്തരം ആരാണ് തരിക? അത് പ്രധാനമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി വീരേൻ സിംഗിനെ മണിപ്പൂർ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. അതാണ് അവിടെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും സംഭാൽ വിഷയമടക്കം, അദാനി വിഷയമടക്കം, പിന്നെ ഒരുപാട് വിഷയങ്ങൾ മറ്റു പലതായിട്ട് വരുന്നുണ്ടല്ലോ. അജ്മീർ ദർഗയുടെ വിഷയം പുതുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വർഗീയമായ ധ്രുവീകരണത്തിന് BJP വളരെ ശക്തമായി ശ്രമിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ എവിടെയാണ് പ്രതിപക്ഷത്ത് ചർച്ച ചെയ്യേണ്ടത്? അത് പാർലമെന്റിൽ മാത്രമാണോ ചർച്ച ചെയ്യാൻ കഴിയുക? പാർലമെന്റ് ഇപ്പോൾ ചേരുന്ന വേളയിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ പ്രതിപക്ഷം അത് ഉന്നയിക്കണം, ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിക്കണം. അത് ഉന്നയിച്ചു കഴിയുമ്പോൾ അതിനെ കക്ഷി രാഷ്ട്രീയമായിട്ട് മാത്രമാണ് കാണുന്നത്, ഭരണപക്ഷം കാണുന്നത്. അവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു അപാകതയായി തോന്നുന്നത് ഫ്ലോർ മാനേജ്മെന്റ് ആണ്. പിന്നെ പ്രത്യേകിച്ചും ലോക്സഭയുടെ ഫ്ലോർ മാനേജ്മെന്റിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒഴികെയുള്ള ബാക്കിയുള്ള പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്തിന് പോകാൻ കഴിയാത്തത്? അത്തരത്തിലുള്ള ഫ്ലോർ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് കഴിയാത്തത് എന്ന് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകില്ലേ? അതിന് കോൺഗ്രസിന് മറുപടിയില്ല. കോൺഗ്രസിലെ ഒരാൾ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും അണിനിരക്കാൻ തയ്യാറാണല്ലോ. അവരുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്, അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ടതില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഫ്ലോർ മാനേജ്മെന്റിന് കോൺഗ്രസിന് നേതൃത്വപരമായ അവകാശമുണ്ട്, അതിനുള്ള ശബ്ദവുമുണ്ട്. അത് അംഗീകരിക്കാൻ ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ തയ്യാറുമാണ് പാർലമെന്റിൽ. ആ തരത്തിൽ പക്ഷെ ഒരു ഫ്ലോർ മാനേജ്മെന്റ് നടക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ന്യായീകരണമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ചെയ്യും എന്നുള്ളതാണുള്ള നിലപാട്. ആ നിലപാടാണ് ഇപ്പൊ കാണുന്നത്. അതാണ്, അതിന് മറുപടിയാണ് എനിക്ക് വേണ്ടത്. ശ്രീ കൃഷ്ണദാസ്, കേരള സംസ്ഥാന നിയമസഭയിൽ ഇതുവരെ 37 അടിയന്തര പ്രമേയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സഭ ഉണ്ടായതിനു ശേഷം അതിൽ 3-1 നടന്നിരിക്കുന്നത് 14ാമത്തെയും 15ാമത്തെയും സെഷനുകളിലാണ്. ഏറ്റവും ഒടുവിൽ മാത്രം 7 അടിയന്തര പ്രമേയ ചർച്ചകൾ അതാത് ദിവസം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു പോയി. ഇതെന്തുകൊണ്ടാണ് പാർലമെന്റിന് മാതൃകയാക്കിക്കൂടാ? എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒന്നിനെങ്കിലും അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷം വഴങ്ങുമായിരുന്നല്ലോ? അരുൺ, പാർലമെന്റിൽ റൂൾ 56 പ്രകാരമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതും എടുക്കുന്നതും അത് പരിഗണിക്കുന്നതും സ്പീക്കർ അനുമതി കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ആ സഭയിൽ അനുമതി തേടുന്ന അടിയന്തര പ്രമേയ വിഷയങ്ങളിൽ സബ്ജുഡൈസ് ആയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോൺ റെഫറൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിയന്തര പ്രമേയത്തിൽ പെടില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2 വിഷയങ്ങൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സബ്ജുഡൈസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അത് ഈ രാജ്യത്തെ കോടതിയുടേതോ രാജ്യത്തിന് പുറത്തുള്ള കോടതിയുടെ ആയിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സബ്ജുഡൈസ് ആയിട്ടുള്ള വിഷയങ്ങൾ പാർലമെന്റിനകത്ത് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി വരില്ല. അപ്പോൾ റൂൾ 56 പ്രകാരം ഒരു നോട്ടീസ് അടിയന്തര പ്രമേയത്തിന് കൊടുത്താൽ ഇവിടെ എണ്ണമല്ല പ്രശ്നം, ഉയർത്തുന്ന വിഷയത്തിൽ അടിയന്തര പ്രമേയാനുമതി കൊടുക്കാൻ നിയമപരമായി റൂൾ അനുവദിക്കുന്ന അടിസ്ഥാനത്തിൽ സാധിക്കുന്നതാണോ എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങനെയല്ല എന്ന് കണ്ടെത്തിയാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതെന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത്. അദാനിയുടെ വിഷയത്തിൽ എന്താ സബ്ജുഡീസ് പ്രശ്നം? അവിടെ സബ്ജുഡീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനമായും വരുന്നത് അതൊരു രാജ്യത്തിൻ്റെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ വിഷയമുയർത്തുന്നതിന് പ്രധാനപ്പെട്ട വിഷയമായി പറഞ്ഞിരിക്കുന്ന ഒരു അഴിമതി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, രാജ്യത്ത് നടക്കുന്ന വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബിർള റിപ്പോർട്ട് ഉണ്ടെന്ന് കരുതി എങ്ങനെ നിഷേധിക്കും?
അല്ല, ഞാനൊന്ന് പറയട്ടെന്ന്. എന്തുകൊണ്ടാണ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ വന്നിട്ടുള്ള പത്രവാർത്തയെ സംബന്ധിച്ച് പാർലമെന്റിനകത്തൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാർലമെന്റിനകത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? അതല്ലെങ്കിൽ അത് സബ്ജുഡൈസ് എന്ന് ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തെ കോടതികളുമായി ബന്ധപ്പെട്ടോ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല. എന്താ അങ്ങ് പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പറഞ്ഞതല്ല. ഇത് അമേരിക്കയിലെ ന്യൂയോർക്ക് കോടതി പരിഗണിച്ച ഒരു കേസ് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും സർ? ഞാൻ അതാണ് അങ്ങയോട് പറഞ്ഞത്. ഇത് ഞാനോ അങ്ങോ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. പാർലമെന്റിനകത്ത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് റൂളും ചട്ടവും അനുസരിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറാണ്. അത് ചട്ടവിരുദ്ധമാണ്, അതിപ്പോൾ അനുവദിക്കാൻ കഴിയില്ല. 292 കോടി രൂപയുടെ കൈക്കൂലി ആരോപണം നേരിട്ടൊരു വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയാകണോ വേണ്ടയോ? അതിപ്പോൾ വേണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സർക്കാരിന് തോന്നുന്നില്ലല്ലോ. പ്രതിപക്ഷത്തിന് ഏതെങ്കിലും വിഷയം എപ്പോഴെങ്കിലും ഉന്നയിക്കാൻ പോലെയാണോ? അത് വലിയ വിഷയമായി സർക്കാരിന് തോന്നുന്നില്ല. അതിലെന്താ പ്രശ്നം? അല്ല, അതിലെന്താ പ്രശ്നമുള്ളത്? അതിലെന്താ പ്രശ്നമുള്ളത്? അതിന് പ്രതിപക്ഷത്തിന് ഒരു വിഷയം ഉന്നയിക്കാൻ തോന്നുന്നു. അത് അടിയന്തര പ്രമേയമായി അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മറ്റേതെങ്കിലും ഒരു സബ്ജക്ട് മാറ്റിവെക്കണം, അതല്ലെങ്കിൽ അന്ന് അജണ്ടയിലുള്ള മറ്റൊരു സബ്ജക്ട് മാറ്റിവെക്കപ്പെടണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം പ്രത്യേകമായി കൊടുക്കണം. അങ്ങനെയല്ലേ അരുൺ സാധാരണ നിലക്ക് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കുമ്പോൾ ആ വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിഗണിക്കുന്ന സ്പീക്കറാണ്. അങ്ങനെയാണെങ്കിൽ സ്പീക്കറുടെ വിവേചനാധികാരത്തെ 56 മിനിറ്റാണ് 4 ദിവസം നമ്മുടെ സഭ കൂടിയത്. അതിൽ ശരിയാണ്, പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്. എന്നാലും നമുക്ക് വിശദമായി വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു ശ്രീ കൃഷ്ണദാസ്, താങ്ക് യു ജയചന്ദ്രൻ, താങ്ക് യു ശ്രീ PDT ആചാരി ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.